നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. അവധി ദിവസമായിരുന്നിട്ട് കൂടി അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സുപ്രധാന സംഭവങ്ങൾ നടന്ന ദിവസമായിരുന്നു ഇന്ന്. ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് തന്നെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്ത. ഇന്ത്യൻ സമയം 2:45 കരാർ പ്രാബല്യത്തിൽ വന്നത്. 15 മാസം നീണ്ട യുദ്ധത്തിനാണ് ഇതോടെ താൽക്കാലികമായെങ്കിലും വിരാമമുണ്ടാകുന്നത്. കരാർ പ്രകാരം ഹമാസ് 3 ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട്. റെഡ് ക്രോസ് ഇനി ഇവരെ ഇസ്രയേലിന് കൈമാറും. വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി 3 വനിതാ ബന്ദികളെ ഹമാസ് ഇന്ന് വിട്ടയക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ ഇവരുടെ പട്ടിക കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തിയതോടെയാണ് പ്രാദേശിക സമയം രാവിലെ 8:30 ആരംഭിക്കേണ്ട വെടിനിർത്തൽ 3 മണിക്കൂറോളം വൈകിയത്. വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് വിവരം ഹമാസ് 24 മണിക്കൂർ മുമ്പെങ്കിലും അറിയിക്കണം. ഇതുപ്രകാരം ശനിയാഴ്ച വൈകുന്നേരം 4:30 ഹമാസ് ബന്ദികളുടെ പേര് വിവരം കൈമാറേണ്ടതായിരുന്നു. ആകെ 98 ബന്ദികൾ ഗാസയിൽ ഹമാസിന്റെ തടവിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടങ്ങിയ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കുമെന്നാണ് കരാർ വ്യവസ്ഥ. ഇതിന് പകരമായി ഇസ്രായേൽ ജയിലിലുള്ള 1000 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ദേശീയ തലത്തിൽ നിന്ന് വന്ന പ്രധാന വാർത്ത ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിനുള്ളിൽ കടന്നുകയറി കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി ഒടുവിൽ പിടിയിലായി എന്നതാണ്. ഇയാളെ പിന്നീട് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതി ഷെരീഫുൽ ഇസ്ലാം ഷഹസാദ് അനധികൃതമായി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് സ്വദേശിയാണെന്നാണ് വിവരം. മുഹമ്മദ് സജാദ്, വിജയ് ദാസ് എന്നീ പേരുകളിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഇയാളെ താനെയിൽ നിന്നാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കുറെ കാലമായി മുംബൈയിലെ ഒരു ബാറിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് താനെയിൽ മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ജോലി കുറഞ്ഞതോടെ മോഷണം നടത്തുവാൻ പദ്ധതിയിടുകയായിരുന്നുവെന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയാതെയാണ് ബാദ്രയിലെ വീട്ടിൽ കയറിയതെന്നുമാണ് ഇയാൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. AC ദ്വാരം വഴിയാണ് വീട്ടിനുള്ളിലേക്ക് കടന്നതെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. മുംബൈ പോലീസ് അയച്ച ഫോട്ടോയുമായി സാമ്യമുള്ളതിനെ തുടർന്നാണ് RPF ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇയാൾക്ക് സംഭവവുമായി ബന്ധമില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഒരു അജ്ഞാതൻ ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ച് കയറി സെയ്ഫ് അലി ഖാനെ ആക്രമിക്കുന്നത്. ആക്രമണത്തിൽ നടന് 6 തവണ കുത്തേൽക്കുകയും കത്തി മുറിഞ്ഞ് ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തു. 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് നട്ടലിന് സമീപം കുടുങ്ങിയ കത്തി നീക്കം ചെയ്തത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതേസമയം മുംബൈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടേക്കുമെന്നാണ് വിവരം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.